ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ലൈറ്റ് ഇട്ടിട്ടൊന്നും അല്ലാട്ടോ കിടന്നുറങ്ങി. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടതാണ്. സോ ഞാൻ എഴുന്നേറ്റിപ്പോൾ ഒരു 5-10 മിനിറ്റായി. ഞാനിങ്ങനെ ഇങ്ങും കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കിടന്നിട്ട് കാര്യം, നമുക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം എഴുന്നേറ്റതാണ്. എന്തായാലും നമുക്ക് ഇനി നമ്മളെ പരിപാടികൾ നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഗൈസ്. പക്ഷെ എന്നാലും കാണാൻ പറ്റും. ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുന്നിലിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം എവിടെയെങ്കിലും വെച്ച് കഴിച്ചാലുണ്ടാവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ തീരെ ലൈറ്റില്ല, ആകെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. മഴ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്, നല്ല വെയിലാണെന്ന് തോന്നുന്നു. വെയിൽ അതാ ആരോ വരുന്നുണ്ട് ഗൈസ്, അതിൻ്റെയാണ് ഇപ്പോൾ. അവിടെ പാൽക്കാരൻ വരുന്നുണ്ട് ഗൈസ്, അതിൻ്റെ. അപ്പോൾ എൻ്റെ കുളി ഇപ്പോഴാണ് കഴിഞ്ഞത് ഗൈസ്. ഞാൻ ഇപ്പോൾ സമയം ഒരു 10:45 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു കല്യാണമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് 1 o'clock ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ ഏതാണെന്നുള്ളതൊക്കെ അപ്പം നോക്കാം, അപ്പോൾ കാണാം. സോ ഇനി ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ റെഡിയായി പോകണം. എനിക്ക് താഴത്ത് നല്ല വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം റെഡി ആയിട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. One eternity later. ഇപ്പോഴും എൻ്റെ ഒന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കൂടി നോക്കി കുളിച്ച് അതേപോലെ ഉണ്ട്. അത് ഉണക്കാൻ പറ്റുന്നില്ല, എൻ്റെ അടുത്ത് ഡ്രയറില്ല ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ എന്തായാലും താഴത്ത് തന്നെ വിളിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും താഴെ പോകണം. ഓക്കെ, ബാക്കി വിശേഷം പോണ വഴിക്കാണ്. അങ്ങനെ ഒരുപാട് നേരം തോട്ടത്തിന് ശേഷം നമ്മളുടേത് കഴിഞ്ഞു ഗൈസ്. അമ്മ എവിടെ വരും? അമ്മ ഇങ്ങോട്ട് നോക്കൂ. അച്ഛൻ അതേ ഉള്ളിലാണ്, ഞാൻ എന്നെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇത്. കൊണ്ടോ കറക്റ്റ് കുരുകളൊക്കെ വന്നത്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ഇനോ വൈറ്റ് പാൻറ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു. ഈ മാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ഇടാം ചെറുപ്പത്തെ ചെറുപ്പാണ്. ഇതിൻ്റെ ബെസ്റ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. ആദ്യം കുറച്ചിട്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കംഫർട്ടബിളായിരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 11:30 ആയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ 11:30 ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ 11:30 ഇറങ്ങാറില്ല. പക്ഷെ ഇന്നെന്തോ 11:30 ഇറങ്ങാൻ പറ്റി. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് വേണം ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് കാണാം. അങ്ങനെ ഓട്ടപ്പാച്ചിലുകൾക്ക് ശേഷം ഞങ്ങൾ കല്യാണ ഓഡിറ്റോറിയത്തിലെത്തി. പക്ഷേ നോക്കൂ ഗോയ്സ്, ചെക്കനും പെണ്ണും പോലും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയെന്നൊക്കെ. എന്തായാലും ചെക്കനും പെണ്ണും വന്നിട്ട് അവരെ കണ്ടിട്ട് വേണ്ടേ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാൻ. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടി അവിടെ ഇരുന്നു. എൻ്റെ മുടി എന്ത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ, സോ ബ്യൂട്ടിഫുൾ. ഇതാണ് പെൺപിള്ളേർ കുളിക്കാത്തത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്ട്രഗിൾസ്. ഈ മുടി പറഞ്ഞാൽ കേൾക്കത്തില്ല.
അങ്ങനെ ദേ നമ്മുടെ കല്യാണ ചെക്കൻ വന്നു. പെണ്ണിനെ കിട്ടിയില്ല, പക്ഷേ ചെക്കനെ വെച്ചെങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചേട്ടൻ വന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടന്നു. ചിക്കൻ മന്തിയും അതേപോലെ തന്നെ ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് രണ്ടും. അതായത് ബീഫ് അമ്മ കഴിക്കാറില്ല, പിന്നെ മന്തി എന്തോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാനും ബീഫ് അങ്ങനെ കഴിക്കാറില്ല, ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ അന്ന് ഞാനൊരു ഇത്തിരി കൂട്ടിയിട്ടുണ്ടായിരുന്നു ആഗ്രഹത്തിന്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ഏകദേശം ഒരു 12 o'clock കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് 1 മണിക്കായിരുന്നു സിനിമയുടെ പേര് ആസ് യൂഷ്വൽ ഗുരുവായൂർ അമ്പലനടയിൽ, അതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ കാണുന്ന 2 പേർ എൻ്റെ അച്ഛൻ്റെ മൂത്ത ഏട്ടനും രണ്ടാമത്തെ ഏട്ടനുമാണ്. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു, സംസാരിക്കുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഷൂട്ട് ചെയ്തു, അത്രമാത്രം. മഴ തുള്ളിയിടുന്നുണ്ട് ഗൈസ്, പക്ഷേ വലിയ കുഴപ്പമില്ല. കണ്ടോ എൻ്റെ അമ്മയുടെ സങ്കടം എന്തിനാന്ന് ചോദിച്ചു. എന്താ അമ്മയുടെ സങ്കടം? എന്താണ് അമ്മയുടെ സങ്കടം? എന്ത് വീണു എന്നാണ് പറഞ്ഞത്? ആരുടെ ഒരു ടർക്കി താഴെ വീണിട്ടുണ്ട് ഗൈസ്, അതാണ് എൻ്റെ അമ്മയുടെ സങ്കടം. സാരമില്ല. ഇനി ഞങ്ങൾക്ക് 1 മണിക്കാണ് ഷോ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അവിടെ ആരോഗ്യമോ കണ്ടിട്ട് ആരോടൊക്കെയോ സംസാരിച്ചിട്ട് വരുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ഇസ് ഓവർ, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓ, ബൾബ് പോലെ കത്തി നിൽക്കുക. സാരമില്ല, ഓട്ടെ. എനിക്ക് മുടിയൊന്നും കെട്ടിയിട്ട് നിർത്തിയാണ്. മുടി കുളിച്ച പാടെ അങ്ങനെ ഇട്ടേക്കോ. തൽക്കാലത്തിന് ഇതിന് മാത്രമേ നിർവാഹമുള്ളൂ ഗൈസ്. കാരണം മുടി തീരെ ഉണങ്ങിയിട്ടില്ല, അപ്പോൾ മുടി കെട്ടിയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ വീണ്ടും മുടി കെട്ടി ഗൈസ്. മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മേനയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാനതങ്ങ് കെട്ടി വെച്ചു. അങ്ങനെ ഞങ്ങൾക്ക് നടുക്ക് തന്നെ സീറ്റ് കിട്ടി ഗൈസ്, നല്ല കംഫർട്ടബിൾ സീറ്റ്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം കേട്ടോ. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഗൈസ്. ഇനി സെക്കൻഡ് ഹാഫ് ഉണ്ട്. അച്ഛൻ പോപ്കോൺ വാങ്ങാൻ വേണ്ടി പോയതാണ്. അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോപ്കോൺ ഇല്ലാതെ സിനിമ കാണാനായിട്ട് രസം ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇറ്റ്സ് നൈസ് മൂവി, നല്ല മൂവിയായിരുന്നു. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ഇതിനിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ ഒരു സാധനമൊക്കെ വാങ്ങി. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയുന്നുണ്ട്. സർപ്രൈസ് ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ഹാപ്പി. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ്. അപ്പോൾ അതിനു വേണ്ടി പോയതായിരുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഞാനും അച്ഛനും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനെ കാണിച്ചു തരാം. അച്ഛാ, എന്താ ചെറു ക്ഷീണം? ഷോ, അതെ. എന്താ അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഭയങ്കര ക്ഷീണമാണ് ഇത്രയും. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. വീട്ടിൽ എൻ്റെ അനിയൻ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, ആള് വന്നതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ അവനെ കാണണം. പിന്നെ നല്ല വിശപ്പുണ്ട്. 11:30-12 മണിയാകുമ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചതാണ് കല്യാണത്തിന് പോയപ്പോൾ. അപ്പോൾ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. വീട്ടിലൊന്നുമില്ല എന്നുള്ളത് അമ്മ ആദ്യം ജാമ്യം എടുത്തതുകൊണ്ട് ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത് കഴിക്കാം, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. ഇതാണ് ധവൻ. ഹായ് പറയൂ. ഹായ് ജുഡി. എപ്പോൾ വന്നു? വ്ളോഗാണ് കേട്ടോ. യെസ്, അങ്ങനെ പനീർ വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞോളൂ.
ജൂഡി ജൂഡിയും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളാണ്. ഞാൻ നേരത്തെ വന്നിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പനീർ കറി വാങ്ങിച്ചിട്ട് വന്നതാണ് മിസ്റ്റർ അനിയൻ. ഇനിയിപ്പോൾ അത് കഴിക്കാം. നമുക്ക് ഇനി കുറച്ച് ചപ്പാത്തി ഒക്കെ എടുത്തിട്ട് വരാം. ആക്ച്വലി ഇത് പനീർ ബട്ടർ മസാല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ബട്ടർ മസാലേൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടില്ല. എന്തായാലും ഞാനൊന്ന് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഫോൺ അവിടെ അവൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പഠിക്കാൻ പോയി. പിന്നെ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ ഇത് അങ്ങോട്ടും സമം അല്ലാണ്ട് അലച്ചിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-11 മണി ആയപ്പോൾ തന്നെ ഞാൻ സൈഡായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. ആക്ച്വലി ഇതിൽ പല തെറ്റുകളുണ്ടായിരിക്കും, പല കുറവുകളുണ്ടായിരിക്കും. പക്ഷെ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഫുൾ ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. സോ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും വലുത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. സോ അടുത്ത ഒരു വീഡിയോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ ചേട്ടൻ്റെ തന്നെ മകനാണ് സിദ്ധു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കൂടി ഒരു ശ്രമമാണ് ഇതെല്ലാം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നാളെ കാണാം. നാളെ ഏതെങ്കിലും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം.